ഹലോ, നമ്മളങ്ങനെ ഡൽഹിയിലെ ആദ്യത്തെ പ്രഭാതം. എവിടേക്കാ നമ്മൾ പോണേ? ഇവിടുന്ന് ഊബർ വിളിച്ചിട്ട് അങ്ങോട്ട്. ഇന്ന് പിന്നെ മൺഡേ ആയതുകൊണ്ട് ഈ മോണുമെന്റ്സ് ഒന്നും ഓപ്പൺ അല്ല. നാളെ ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട്. ഇപ്പൊ കൊണോട്ട് പ്ലേസ്, പിന്നെ അവിടുന്ന് സരോജിനി മാർക്കറ്റ്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. കറങ്ങി വരാം. ഇവിടത്തെ കോമഡി എന്താണെന്നറിയോ? നമ്മൾ ഊബർ വിളിക്കും, എന്നിട്ട് ഊബറുകാരൻ നമ്മൾ വിളിക്കും ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട്. പിന്നെ എന്തിനാ നമ്മൾ ഊബർ വിളിക്കണേ? ഇവരൊരു സ്ഥലത്ത് പോയി നിന്നിട്ട് നമ്മളെ അങ്ങോട്ട് എത്തിക്കും. ഇതാണ് സ്ഥിരം പരിപാടി ട്ടാ. അത് ഇവിടെ നിന്ന് മാത്രല്ല, മുംബൈ തൊട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കണതാ. അടുത്ത തമാശ എന്ന് വെച്ചാല് ഇവരുടെ ഹിന്ദി നമുക്ക് മനസ്സിലാവില്ല, ഫോളോ ചെയ്യാൻ എളുപ്പമല്ല, ഒരു രക്ഷയില്ല. ഇത് ഇവിടെ ഉള്ളവർക്ക് തന്നെ അറിഞ്ഞിട്ട് അതായത് മനസ്സിലാവണില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഹോട്ടലിലത്തെ ആൾക്ക് ഫോൺ കൊടുത്തു. നോക്കിയതാണോ ഫുള്ള് ലക്ഷറി സ്പാ. ടൈറ്റാനായി നമ്മുടെ നാട്ടിലുണ്ട് ഇഷ്ടംപോലെ. ഫുള്ള് വൈറ്റ് കളറാണ്, എല്ലാ ബിൽഡിങ്ങും കൂടെ വൈറ്റ് കളറാണ്. ജോഡിയാക്ക്, ഇന്റർനാഷണൽ ബ്രാൻഡുകളൊക്കെ നമുക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിലും കിട്ടുന്നതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇല്ല. ഈ സ്ട്രീറ്റ് ഷോപ്പിംഗ് ആക്ച്വലി അടിപൊളിയാണ് നോർത്തിൽ വന്നു കഴിഞ്ഞാൽ. ഓ, ഒരു സർക്കിളാണ് ഇട്ടത്, വൻ സർക്കിളാണ്. നടന്ന് അത്യാവശ്യം പൈസയുള്ള കടകളാട്ടതൊക്കെ, തീരെ ചീപ്പൊന്നുമല്ല. സരോജിനി മാർക്കറ്റാണ് എല്ലാവരും ചീപ്പുള്ളത് പറയണേ. ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം. പക്ഷെ നല്ല രസം, നമ്മുടെ സാഹിത്യ അക്കാദമിയിലൊക്കെ ഭാഗം പോലെ അല്ലേ? ഇങ്ങനെ കണ്ടത് കറക്റ്റ് തൃശ്ശൂർ സാഹിത്യ അക്കാദമിയുടെ മുമ്പിൽ കാറിട്ട് നിൽക്കണ പോലെ ഉണ്ട്. ആഹാ ആഹാ, ശരിക്ക് നമ്മൾ നാട് കാണാൻ വരുമ്പോൾ ഇങ്ങനെ വരിക തോന്നണം. അപ്പോൾ മൊത്തം നടന്ന് പപ്പടായിട്ട് ഓരോന്നൊക്കെ. ഹായ്, നമ്മുടെ കവിതാജി ഊബർ കാത്തു നിൽക്കുകയാണ്. ഞങ്ങൾ കുത്തബ് മീനാറിലേക്ക് പോവാൻ ഒരുങ്ങി നിൽക്കുന്നു. കുത്തബ് മീനാറിലേക്കുള്ള ഊബർ കാത്തു നിൽക്കുകയാണ്. ഹലോ ഗൈസ്, ഞങ്ങൾ വേറെ ലെവലാണ്. 2 തവണ ടിക്കറ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ കുത്തബ് മീനാർ കയറാൻ പോകുന്നത്. കാരണം ഇത് കംപ്ലീറ്റ് ഇ ടിക്കറ്റാണ്. അപ്പോൾ എന്താ സംഭവിച്ചു വെച്ചാൽ, ഫസ്റ്റ് ടിക്കറ്റ് എടുത്തപ്പോൾ നമുക്ക് ജിപേയിലേക്ക് പോയി ടിക്കറ്റ് എടുത്തു. പക്ഷെ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള വിൻഡോയിലേക്ക് പോയില്ല, മെയിലിലേക്കും വന്നില്ല. അപ്പോൾ വീണ്ടും ഞാൻ ടിക്കറ്റ് എടുത്തപ്പോൾ അത് സെറ്റായി. അങ്ങനെയാണ് ഞങ്ങൾ എന്ത് കാണാൻ വന്നത്. നല്ല ഏരിയ ഉണ്ട്, വിശാലമായ ഏരിയ. ഒരു ഹവാമഹലിന്റെ പ്രശ്നം അതായിരുന്നു, ഒട്ടും സ്ഥലം ഉണ്ടായിരുന്നില്ല അവിടെ. ആകെ ഒരു ഹർബറി ആയിരുന്നു, ഒരു റോഡിന്റെ ചെറിയില് ഹവാമഹല്. കവിതാജി, കുത്തബ് മീനാറിനെ കുറിച്ച് എന്താ അഭിപ്രായം? നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കും, സംഭവമില്ല. കൊള്ളാം, നല്ല സ്ഥലമാണ്, ഏരിയ നിറച്ച് ജനങ്ങളുണ്ട് എന്നാണ് കവിതാജി പറഞ്ഞത്. പക്ഷെ കവിതാജിക്ക് ഒരു പ്രശ്നമല്ല, കാരണം തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് സഞ്ചരിക്കുന്നവരാണ് ഞങ്ങൾ. അതെ അതെ അതെ. സോ കുത്തബ് മീനാറിന്റെ ചുവട്ടില് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാം. എല്ലായിടത്തും ഫ്രെയിമാ, എല്ലായിടത്തും. മാത്രമല്ല ഏറ്റവും വലിയ ഗുണം 25 രൂപ ക്യാമറയ്ക്കുള്ളൂ. 25 രൂപയ്ക്ക് ക്യാമറയുടെ എടുത്തു കഴിഞ്ഞാ നമ്മുടെ ചില്ലറ ഇല്ല എന്ന് പറഞ്ഞപ്പോ 20 രൂപ സെറ്റായി. നമ്മുടെ അവിടെ 600 രൂപ 500 രൂപ. ഞങ്ങൾ ട്രിവാൻഡ്രം പോയിട്ട് ഇത് കാശ് കടും വെട്ടെന്ന് പറയില്ലേ, നമ്മുടെ അവിടെയൊക്കെ അങ്ങനെ 650 രൂപ 700 രൂപ ഒരു ക്യാമറ കടത്താൻ. എന്നുവെച്ചാൽ അതിന് മാത്രം ഒന്നും ഇല്ലതാനും. അവിടെ 700 രൂപയ്ക്കൊക്കെ ടിക്കറ്റ് എടുത്ത് പ്രത്യേകിച്ച് ഒന്നും ഇല്ലതാനും. ഇവിടെ അങ്ങനെയല്ല, 25 രൂപയ്ക്ക് നമ്മള് വീഡിയോ ക്യാമറയ്ക്ക്, അല്ലെങ്കിൽ അത് മൊബൈലിനൊന്നും ഇല്ല കേട്ടാ. നമ്മുടെ ഈ ഓസ്മോന്റെ ഗിംബൽ കണ്ടപ്പോഴാണ്, ഗിംബലല്ല ഈ ഓസ്മോ 360 കണ്ടപ്പോഴാണ് ഈ ബുദ്ധിമുട്ട്. സത്യം പറഞ്ഞ ക്യാമറയുടെ, മൊബൈൽ ക്യാമറയുടെ അത്ര റിസൾട്ട് തന്നെ സാധനം തരുന്നുള്ളൂ. പക്ഷെ 25 രൂപ ഒന്നും ഒരു പ്രശ്നമല്ല.
ഇത്രയും വലിയ സ്ഥലാണ്. അമ്മാതിരി സ്ഥലമാണ്. ശരിക്കും കുത്തബ് മീനാറിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഇത്തരം പരിപാടികളാ. വെറുതെ ഇങ്ങനെ ക്യാമറ കൊണ്ട് നടന്നാൽ ഫോട്ടോസ് എടുക്കാം. കുത്തബ് മീനാറിന്റെ ആ വലിയ ഗോപുരത്തിന്റെ അവിടെ നിന്ന് കുറെ വന്നിട്ട് ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട്. കുറെ ലവേഴ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ. രസമുള്ള സ്ഥലമാണ്. ഒരു ക്വാളിറ്റി പ്ലേസ് ആണ്. നല്ല വൃത്തിയുണ്ട് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. നല്ല വൃത്തിയുള്ള ഒരു ഗാർഡൻ. പറയുമ്പോ ചൂടുകാലാണ്, എന്നാലും നല്ല വൃത്തിയുള്ളൊരു ഗാർഡൻ. നല്ലൊരു വാലി, ചെറിയൊരു വാലിയാണ്. ഇവിടെ ഒക്കെ കുത്തബ് മീനാർ കാണാം. അതാണ് കുത്തബ് മീനാറിന്റെ പ്രത്യേകത. ഇവിടെ എവിടെ നിന്നാലും ഇതേ എല്ലായിടത്തും കുത്തബ് മീനാർ. നല്ല രസമാണ് നടക്കാൻ. നമ്മൾ ഒരിക്കൽ കണ്ടിട്ട് കാരണം ഓടി നടന്ന് കണ്ട് വണ്ടിയിലേക്ക് എത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറും. നമുക്ക് സമയത്തിനൊരു പ്രശ്നമില്ല. നമുക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ഇവിടെ കൂടാം. അപ്പോ നമ്മള് കേറിയിട്ട് നമ്മള് വിചാരിക്കും അത് ശരിയാ. നമ്മളിപ്പോ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാ, കാരണം അത്യാവശ്യം ഭംഗിയുണ്ട് സ്ഥലങ്ങൾ കാണാൻ. അപ്പൊ നമുക്ക് കണ്ടിട്ട് പോകാനുള്ള ഒരു ഫീല് തോന്നും. ഇവിടെ നിന്നാലും കുത്തബ് മീനാർ കാണാം. ആക്ച്വലി എനിക്ക് കുത്തബ് മീനാറിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ഈ ചുറ്റുപാടുകളാട്ടാ. ഭയങ്കര രസമാണ് ചുറ്റുപാടുകള്. പട്ടികളുണ്ട് ഡൽഹിയിൽ മൊത്തം. എൻട്രി ഫീസ് 35 രൂപയുള്ളൂ. എൻട്രി ഫീസ് 35 രൂപ. ആൾക്കാര് കയറും. ശരി, അവിടെ ഒരു 500 എന്ന് പറഞ്ഞാലും. കാരണം ഞങ്ങൾ ഗോവയില് ഒരു തരികിട മ്യൂസിയം കാണാൻ എത്ര കൊടുത്തു? നമ്മൾ 600 രൂപ കൊടുത്തു. അങ്ങനെ നോക്കുമ്പോ അടിപൊളിയാ, ക്ലീനാണ്, നല്ല വിശാലമായ സ്ഥലം. നമ്മൾ ഒരാളുടെ മേത്ത് തട്ടിമുട്ടി നടക്കൊന്നും വേണ്ട. കവിതാജി, കുത്തബ് മീനാറൊക്കെ എന്റെ മുമ്പിൽ നടക്കാൻ സമ്മതിക്കില്ല. ഏതെങ്കിലും ഫ്രെയിം തുറന്നു കവിതാജി മാറി എന്റെ ഫ്രെയിം പോണെന്ന് പറയും. അപ്പൊ ഞാൻ മുമ്പിൽ നടക്കാൻ പറ്റില്ല ഒരു സാധനം കാണാൻ. നടക്ക്. ഇപ്പൊ ഞാൻ എന്തോ കുറിച്ചതിന് എന്നോട് മുമ്പിൽ നടക്കാൻ. ഇത് ബാക്കിലത്തെ ലോണിന്ന് നടന്ന് കേറുന്നത് ഇതുപോലൊരു വലിയ കോട്ടയിലേക്കാണ്. അതെ. കവിതാജി പറയുന്നത്, കവിതാജി ഈ മൈക്ക് നമുക്ക് വേണേ തരാം, പറയണം. അപ്പൊ അവിടുന്ന് നടന്നു വന്നത് വീണ്ടും കുത്തബ് മീനാർ. അല്ല, ഇവിടെ നമ്മൾ പോയതാ. നമുക്ക് അങ്ങോട്ടാ പോണ്ടേ? പൂർണ്ണമായും പൂത്തു നിൽക്കുന്ന ഒരു കണിക്കൊന്ന. അത് സൂര്യന്റെ ഓപ്പോസിറ്റ് ആണ് ഞാൻ. അതുകൊണ്ട് കിട്ടണില്ല. ഞാൻ അതിനെ കാണിച്ചു തരാം, മഞ്ഞച്ചിട്ട് കാണിച്ചു തരാം. കുത്തബ് മീനാറിൽ നിന്ന് ഞാൻ മെല്ലെ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് കുത്തബ് മീനാറിൻ്റെ ഒരു ഈവനിങ് വിഷ്വലി കിട്ടിയത്. അപ്പം അത് കളയണ്ടല്ലോ വെച്ചിട്ട് ഞാൻ തിരിച്ച് വീണ്ടും കുത്തബ് മീനാറിലേക്ക് കയറി. കുത്തബ് മീനാറിൽ നിന്ന് സരോജിനി മാർക്കറ്റിലേക്ക് ഒരു ഓട്ടോ പിടിച്ചേക്കാണ്. അതായത് മിക്സഡ് അഭിപ്രായങ്ങളുണ്ടായി. നമ്മൾ അറിയുന്ന കുറച്ച് പേര് ഡൽഹിയിലുണ്ട്. നമ്മൾ അവരെ സംസാരിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു സരോജിനി മാർക്കറ്റ് തിങ്കളാഴ്ച ഉണ്ടാവുമെന്ന്. പക്ഷെ ഇവിടുത്തെ ഓട്ടോക്കാരും ടാക്സിക്കാരൊക്കെ പറയുന്നത് സരോജിനി മാർക്കറ്റ് ഉണ്ടാവില്ല എന്നാണ്. ഉണ്ടായാലും ഇല്ലെങ്കിലും അതിൽ നിന്നൊരു അറുതി വരുത്തും. ഞങ്ങള് ആ കൺഫ്യൂഷൻ ഒരു അറുതി വരുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ. അതെ. സരോജിനി മാർക്കറ്റ് ഇതാണ് മറ്റേ തമ്പനയില്. തിങ്കളാഴ്ച സരോജിനി മാർക്കറ്റ് ഉണ്ടാകുമോ ഇല്ലയോ? ഹെവി ട്രാഫിക് ആണ്. എല്ലാരും മെട്രോയില് പോകാനാ പറഞ്ഞത്. വയ്യ മെട്രോയില് കയറി അങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറി
മൂടില്ല. മെട്രോയില് പോയി പിന്നെ മെട്രോന്ന് സരോജിനി മാർക്കറ്റ്. പിന്നെ അതിന് നമ്മള് ടിക്കറ്റ് എടുക്കാനും കയറാനും പിടിക്കാനൊക്കെ നിൽക്കണം. ആ ടൈം ആലോചിക്കുമ്പോൾ ബെറ്റർ. മാത്രമല്ല ഇങ്ങനെ നഗരത്തിന്റെ ബ്ലോക്കൊക്കെ കാണുക എന്നുള്ളത് രസമാണല്ലോ. ഞങ്ങൾക്ക് സമയം ഒരു പ്രശ്നമില്ല, ഞങ്ങളുടെ ഇഷ്ടത്തിനാണ് സമയം. കൃത്യസമയത്ത് അവിടേക്ക് എത്തണമെന്നില്ല. എത്തുമ്പോ എത്തിയില്ല, അത്രയുള്ള കുഴപ്പം. ചേട്ടാ അപ്പൊ സരോജിനി മാർക്കറ്റ് കാണിച്ചു തരാം. മണം സഹിക്കാൻ വയ്യ, നല്ല സഹിക്കാൻ പറ്റാത്ത ചീഞ്ഞളിഞ്ഞ മണം, ഡ്രൈനേജിന്റെ മണം, ഇതൊക്കെ നന്നായി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഓട്ടോയില് പോല് എളുപ്പമല്ല, ഊബർ കാറിലാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇനി സരോജിനി മാർക്കറ്റ് എന്തോ ഗംഭീര അഭിപ്രായം പറഞ്ഞിട്ടാണ് പോണേ. നോക്കാം എന്താ സംഭവിക്കാന്ന്. നമ്മളങ്ങനെ സരോജിനി മാർക്കറ്റിലെത്തി. ഇല്ല അത് കുഴപ്പമില്ല, കാട്ടിയുള്ളൂ. നമ്മളങ്ങനെ സരോജിനി മാർക്കറ്റിലാണ്. വലിയ മാർക്കറ്റ് തന്നെ കേട്ടോ. ഇവിടെ ഉണ്ടാവില്ല, തിങ്കളാഴ്ച ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്ന അലവലാദികൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചേ. എല്ലാ കടയും തുറന്നുണ്ട്, എല്ലാ സ്ഥലത്തും ആൾക്കാരുണ്ട്. ഹായ് സെൽഫി ഭയ്യ. വള കണ്ടപ്പോ, വളല്ല മറ്റേ കമ്മല് കണ്ടപ്പോ കവിതാജിയിലത്തെ ചിത്തരോഗി ഉണർന്നു കഴിഞ്ഞു. കമ്മലൊക്കെ നല്ല വില കുറവുണ്ട് കേട്ടോ. പറഞ്ഞു വന്ന് സരോജിനി മാർക്കറ്റ് ഇവര് വളരെ വില കുറവ് വാങ്ങിക്കുന്നുള്ളൂ, പക്ഷെ ബാർഗൈനിങ് സമ്മതിക്കുന്നില്ല അധികം. ചിലപ്പോൾ നമ്മൾ ഈ മലയാളികളാണെന്ന് അല്ലെങ്കിൽ ഹിന്ദി അറിയാത്തവരാണെന്ന് മനസ്സിലാവുമ്പോൾ അവര് സമ്മതിക്കാത്താവും. ബാർഗൈനിങ് അധികം സംഭവിക്കുന്നില്ല, പക്ഷെ വില കുറവാണ്. ചെരുപ്പിനൊക്കെ 200, 250, കമ്മലിനൊക്കെ 40, 50 ചീപ്പാണ്. തിരക്കുണ്ട് ഇവിടെ. ഇന്നതിൽ മുടക്കാന്ന് പറഞ്ഞാൽ ലവലാദികൾ ആരൊക്കെയാ? ഈ നാട്ടുകാരെ പറഞ്ഞ ടാക്സിക്കാരും ഓട്ടോക്കാരും. നല്ല തിരക്ക്. തിങ്കളാഴ്ച ഉണ്ടാവില്ലാന്ന് എന്താ നോക്ക് മണ്ടന്മാര്. ഒരു വാക്കും കേട്ടിട്ട് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ കോമഡിയാണ്. ഗല്ലി ഡ്രസ് ഗല്ലി നിറച്ച് ജനങ്ങളാട്ടോ ഇവിടെ. നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ പോയ സ്ഥലത്ത് ഇതാണ് അവസ്ഥ. വൃത്തിയൊക്കെ കണക്ക് തന്നെയാണ്. വെളിച്ചാകുമ്പോൾ ഞങ്ങൾ താജ്മഹൽ കാണാൻ പോകും. ഞാനും ഇനി യമുന എക്സ്പ്രസ് വേ വഴി ഒരു 200 കിലോമീറ്റർ യാത്ര. 5:45 വിളിച്ചാൽ നോക്കൂ. അത് ശരിയാണ്, 5:45 നല്ല വെളിച്ചം. വേഗം വെളിച്ചാവും, ഇവിടെ വൈകിട്ട് ഇട്ടാവുള്ളൂ. സോ താജ്മഹൽ കണ്ടുവരാം. ഇപ്പോൾ താജ്മഹൽ ഗേറ്റിന്റെ അവിടുന്ന് ചെറിയൊരു വണ്ടി എടുത്ത് താജ്മഹലിന്റെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തി. താജ്മഹൽ കാണാൻ വന്നൊക്കെയാണ്. ഒരിക്കലും എക്സൈറ്റ്മെന്റ് അധികം ഇല്ല, പക്ഷെ വീട്ടിൽ നിന്ന് പോരുമ്പോ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞങ്ങൾ ഇവിടെ എത്തും എന്നുള്ളത്. ഒരു കൗതുകമുണ്ട്, കാരണം ഇത് ലൈഫിൽ ഒന്ന് കാണണമെന്ന് ഞാൻ വെറുതെ പറയാറുണ്ട് ചില ആൾക്കാരോടൊക്കെ. കാരണം ഇത് കണ്ട ചിലർ എന്നോട് ഇങ്ങനെ പറയാറുണ്ട് ഭയങ്കര സംഭവമായിട്ട്. അപ്പൊ ഞാനും പറയും ഒരിക്കലും കാണണം എന്ന്. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അത് ഇന്നായിരിക്കും അല്ലെങ്കിൽ ഇപ്പോഴായിരിക്കും. 250 ഒരാൾക്ക്, അതായത് പുറത്ത് മാത്രമാണെങ്കിൽ 50 രൂപ. പിന്നെ മാർബിളിന്റെ ആ ഭാഗത്തേക്ക് കയറണമെങ്കിൽ 200 എക്സ്ട്രാ. സോ ഒരാൾക്ക് ടോട്ടൽ 250 ആണ്. തൽക്കാലം ഗൈഡിനോട് എടുക്കാൻ പറഞ്ഞു. നമ്മൾ ക്യാഷ് എടുത്തില്ല വണ്ടിയിൽ നിന്ന്. നമ്മൾ പണിക്കേഴ്സ് ട്രാവൽസിന്റെ വണ്ടി എടുത്തിട്ടാണ്. പണിക്കർ ട്രാവൽ. ഞാൻ ഇന്നലെ ഇത് മൊത്തം കണ്ടതാണ് യൂട്യൂബിൽ ഇരുന്നിട്ട്. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ താജ്മഹലിന്റെ പ്രവേശന കവാടത്തിലാണ് ഇപ്പോൾ. അത് തന്നെ ഒരു കാഴ്ചയാണ്. പിന്നെ സറൗണ്ടിങ്സ് അടിപൊളിയാണ്. എത്ര പേര് വന്നാലും വലിയ തിരക്കില്ലാതെ നടക്കാം. താജ്മഹലിന്റെ എൻട്രൻസ്
ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ കവിതാജിയുടെ പിറന്നാളാണ്. മേടമാസത്തിലെ പൂരുരുട്ടാതിയാണ് ഇന്ന്. രേവതി മെസ്സേജ് ചെയ്തപ്പോഴാണ് ഇത് ഞാൻ അറിയുന്നത്. രേവതിക്ക് എങ്ങനെ ഓർമ്മ വന്നെന്ന് എനിക്കറിയില്ല. അപ്പൊ പൂരുരുട്ടാതി നാളിൽ ജനിച്ച ദിവസം കവിതാജി താജ്മഹൽ കാണാൻ വന്നിരിക്കുന്നു. എല്ലാം എത്ര യാദൃശ്ചികമായിട്ടാണ് സംഭവിക്കുന്നത് അല്ലേ കവിതാജി? താജ്മഹലിനെ തൊട്ടടുത്ത് കാണുന്നു, വളരെ അടുത്ത്. ഒരു 10 അടി കൂടി നടന്നാൽ തൊടാം. കവിതാജി താജ്മഹലിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. ഇവിടുത്തെ എല്ലാം കണ്ടു. പൊളിയാണ് താജ്മഹൽ. ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ആഗ്ര ഫോർട്ടിലാണ്. ആഗ്ര ഫോർട്ട് ഒരു ഉഗ്ര നിർമ്മിതി കേട്ടോ. എന്താ അതിന്റെ വലിപ്പം. പിന്നെ ഇതിന്റെ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് 2 ഇതാണ്, കോമ്പൗണ്ടാണ്. ഫസ്റ്റ് ഒരു ഔട്ടർ വാൾ ഉണ്ട്. അതില് ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പണ്ട് അവിടെ മുതലകൾ ഇട്ടിരുന്നു. അതിന്റെ ഉള്ളിലുള്ള വാളിന്റെ ഉള്ളില് വൈൽഡ് ആനിമൽസ്, രാജാവിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. ഒരു പ്രത്യേക തരം ജീവിതം, രക്ഷയില്ല. നമുക്ക് ഇന്നത്തെ ലെവലിൽ ആലോചിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പണ്ടത്തെ ആൾക്കാർ ചെയ്തു വെച്ചിട്ടുള്ളത്. എന്റെ മൈക്ക് ഒരു വാങ്ങിച്ചു വെച്ചു. എന്തിനാ എനിക്ക് മനസ്സിലായില്ല. ക്യാമറ കൊടുത്തു, അതെ എന്റെ മൈക്ക് മാത്രം. അതുകൊണ്ട് ഓഡിയോ ക്വാളിറ്റി കുറച്ച് ലോസ് ആവും. പക്ഷെ വേറെ വഴിയില്ല. എനിക്കത് എന്തിനാന്ന് മനസ്സിലായില്ല. എന്താന്നുകൊണ്ട് ഇപ്പൊ സംഭവിക്കണേന്ന് മനസ്സിലാവണില്ല. ഇതൊരു ഓരോരോ കാര്യങ്ങള് തിരിച്ചു പോകുമ്പോ തരും. എനിക്ക് തോന്നുന്ന ഒരു 5-8 കൊല്ലം കഴിയുമ്പോഴേക്കും ഇവിടുത്തെ ക്യാമറ പരിപാടി നിർത്താനുള്ള സാധ്യതയുണ്ട്. ഞാൻ പണ്ട് 2011-12 കാലത്ത് തഞ്ചാവൂര് പോകുമ്പോ ഒരു പ്രശ്നമില്ല. ഏത് ഫോട്ടോ വേണമെങ്കിൽ എടുക്കാം, എന്ത് വീഡിയോ വേണമെങ്കിൽ എടുക്കാം. അന്ന് മൊബൈൽ ക്യാമറകൾ അധികം വന്നിട്ടില്ല. എൻ്റെ അന്ന് മൊബൈൽ ക്യാമറ ഉണ്ടായിരുന്നു, ആരും തടഞ്ഞിരുന്നില്ല. ഇപ്പോൾ പക്ഷെ അവസ്ഥ മാറി. അതുകൂടി വരും. ആഗ്ര ഫോർട്ട് ഉള്ളിൽ കയറി. Hall, but especially you can see from here, you can see pillar straight line. But actual inside the hall 64 pillar. ഇനി നമ്മൾ ഇവിടുന്ന് ദർബാർ ഹാളിന്ന് അകത്തേക്ക് കയറാണ്. ഒരു സ്ഥലമാണ്. അവിടേക്കാണ് പോണേ. വാ, അറിയില്ല എവിടേക്കാ പോണേന്ന്. ഒരു ഗുഹ പോലത്തെ സ്ഥലത്തേക്കാ പോണേ. ഇതാണ് ഷാജഹാൻ അവസാന കാലങ്ങളിൽ കഴിഞ്ഞ സ്ഥലം. പുള്ളി വീട്ടിൽ അറസ്റ്റഡ് ആയിരുന്നു. അവനോട് വെച്ചാണ് മരിച്ചത്. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ പുള്ളിക്ക് മുംതാസിനെ കാണായിരുന്നു. മുംതാസിന്റെ ഓർമ്മ കുടീരം. അങ്ങനെ ഇതാണ് ഷാജഹാൻ. ഏതാണ്ട് 7 വർഷത്തോളം പുള്ളി അറസ്റ്റ് ചെയ്യപ്പെട്ട് വീട്ടുതടങ്കലിലായ സ്ഥലമാണിത്. അവിടെ ദൂരെ താജ്മഹൽ കാണാം. എന്തായാലും ഇതൊക്കെ ചെയ്ത മനുഷ്യൻ ലാസ്റ്റ് ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട് കിടന്നു. ഔറംഗസീബ് പുള്ളിയുടെ മകൻ. പുള്ളിയായിരുന്നില്ല ഷാജഹാന് ശേഷം ഭരണമേറ്റത്. പുള്ളി ഇവിടെ
അച്ഛനെ അറസ്റ്റ് ചെയ്തു, വിട്ടു. ഇത് ഷാജഹാന്റെയും മുംതാസിന്റെയും പ്രൈവറ്റ് പാലസ്. എന്തായാലും ഒരു കാലത്ത് നമ്മളൊക്കെ പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുള്ള ഷാജഹാനും മുംതാസും ഒരുമിച്ച് സമയം ചെലവഴിച്ച സ്ഥലമാണിത്. ആരോ കൈവശം കൊടുത്തിട്ട് പുള്ളിയുടെ മേൽനോട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒട്ടുമിക്ക സാധനങ്ങൾ മാർബിളാണ്. ഫ്ലോറ് മാർബിള്, പില്ലേഴ്സ്, റൂഫ്, അത്യാവശ്യം വർക്കുണ്ട് കേട്ടോ. എല്ലാത്തിനും ഹെവി വർക്കുകളുണ്ട്. ഏറ്റവും പ്രത്യേകത പറയുന്നത് ഒരു വർക്കും പെയിന്റിങ്സ് ഒട്ടുമില്ല, ഒക്കെ കാർവിങ്ങും കല്ലുകളുമാണ്. ജഹാംഗീർ ഇതിലെ കുളിച്ചോർന്ന് ജഹാംഗീറിന്റെ ബൗളാണിത്. ഇതാണ് ആഗ്ര ഫോർട്ട്. കാർ ഡ്രൈവറുമായിട്ട് അടുത്ത ബർഗൈനിങ്. ആക്ച്വലി അങ്ങനെ ബർഗൈനിങ് ഇല്ല. അല്ല, നമുക്ക് എന്താ വെച്ചാ 8:30 എയർപോർട്ട് എത്തണം. നമ്മളിപ്പോ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി മിഞ്ഞാന്ന് ചെയ്ത പോലെ. ആക്ച്വലി ഇത് നല്ല വണ്ടിയാ, കാരണം നല്ല വണ്ടികൾ കിട്ടാൻ പുതിയ കാറാ, പ്ലാസ്റ്റിക് ഒന്നും അഴിച്ചിട്ടില്ല. പുള്ളി ഒരു ഫ്രഷ് പയ്യനാണ്, 30 വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. പുള്ളിക്ക് വലിയ ഐഡിയ ഇല്ല അവിടെ എങ്ങനെയൊക്കെയാ മാനേജ് ചെയ്യേണ്ടതെന്ന്. അധികം കാലമായിട്ടില്ലെന്ന് തോന്നുന്നു ഈ ഫീൽഡില്. ഞങ്ങൾക്ക് പിന്നെ ഇരുന്നിട്ട് നല്ല പരിചയമുണ്ട് എല്ലാ ഫീൽഡിലും. ഫുൾ ലഗേജും കൊണ്ട് ഡൽഹി കറങ്ങാൻ പോവാണെന്ന് ഒരു സുഖം ഉണ്ടാവില്ല. ഇതിന്റെ പേര് ഗുരുദ്വാര ബംഗ്ലാ സാഹിബ് അല്ലേ? ഗുരുദ്വാര ബംഗ്ലാ സാഹിബ്. ഇങ്ങനെയുള്ള സാധനങ്ങളുടെ ഉള്ളിൽ കയറുമ്പോ ഈ ബാഗ്, മൊബൈല്, ക്യാമറ ഒന്നും കടത്തില്ല. അപ്പൊ ഞാൻ കേറില്ല. അപ്പോ അങ്ങനത്തെ വിലക്കുകളുള്ള സ്ഥലത്തേക്ക് പോവാൻ മൂടില്ല. അപ്പൊ ഞാൻ പുറത്തേക്കേ ഉള്ളൂ. കവിതാജിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കവിതാജി കയറി കണ്ടുവരട്ടെ. കവിതാജിയാണ് മുമ്പിൽ പോണത്. കവിതാജി ഡ്രസ്സൊക്കെ മാറ്റേണ്ടി വന്നു, കാരണം ഇവിടെ ഷോൾഡർ കാണാൻ പാടില്ല, കാല് കാണാൻ പാടില്ല, അങ്ങനെ കുറെ നിയമങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ മറച്ചിട്ടാണ് നമ്മൾ പോണത്. കവിതാജി ടിക്കറ്റ് കൗണ്ടർ ഉണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ കയറേണ്ടി വരും. നോക്കട്ടെ. പൊട്ടമണ്ണുണ്ട്, നല്ല പൊട്ടമണം. ഡൽഹിയിൽ മൊത്തം ഇങ്ങനത്തെ പൊട്ടമണ്ണുണ്ട് കേട്ടോ. ഇന്നൊരു കോമഡി ദിവസമാണ് ഗയ്സ്. ഞങ്ങൾക്കൊരു വണ്ടി സെറ്റ് ആയിട്ടില്ല. അപ്പോ ഇത്രയും ദിവസം നല്ല ഭാഗ്യം. ഇത്ര ദിവസം അടിപൊളിയായിരുന്നു. പക്ഷെ ഇന്നൊരു വണ്ടി സെറ്റ് ആവാത്ത കാരണം ഈ ലഗേജും കൊണ്ട് നടക്കാണ്. നല്ല ഭാരം ഉണ്ടല്ലോ, 1-3 8-9 ദിവസത്തെ സാധനങ്ങളൊക്കെ കൊണ്ട് നടക്കല്ലേ. ആകെ 50 രൂപ ടിക്കറ്റ്. 25 രൂപ ഒരാൾക്ക്, 50 രൂപ ടിക്കറ്റ്. ക്ലോക്ക് റൂമിൽ 6 രൂപയുള്ളൂ. സോ അതൊന്നും പ്രശ്നമില്ല. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആസ്ട്രോണോമിക്കൽ കാൽക്കുലേഷൻസിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പറയണേ. അതെ അതെ അതെ. കെട്ടിടങ്ങളിലും ഓരോരോ രീതിയിൽ യൂസ് ചെയ്തിരുന്നു. ഇതിന്റെ ഇതൊക്കെ ഓരോ മെഷീനാണെന്ന് പറയണേ. അതെ, ഇതൊക്കെ ഓരോ യന്ത്രങ്ങൾ. ഇതൊക്കെ എന്ത് യന്ത്രമാണെന്ന് പിടിയില്ല. ഇതാണ് ജന്തർ മന്ദർ, കുത്തബ് മിനാർ, താജ്മഹല്, CST റെയിൽവേ സ്റ്റേഷൻ, ഹവാ മഹല്. അങ്ങനെ കുറെ കാലമായിട്ട് വാർത്തകളിലും അല്ലെങ്കിൽ ഒക്കെ വായിച്ച കുറെ സ്ഥലങ്ങളിലേക്ക് എത്തിയതിൻ്റെ ഒരു സന്തോഷം ഈ യാത്രയ്ക്കുണ്ട്. മാത്രമല്ല, നമ്മൾ ഇതുവരെ ഇന്ത്യ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സൗത്തിൽ കുറെ സ്ഥലത്തേക്ക് പോയതല്ലാതെ നോർത്തിൽ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതൊരു സന്തോഷം. പിന്നെ നമ്മൾ പാക്കേജ് ഒന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് മിനിമം ബഡ്ജറ്റേ വന്നിട്ടുള്ളൂ. നമുക്ക് ഫ്ലൈറ്റ് ചാർജും ഹോട്ടൽ ബുക്കിങ്ങും ആണ് കൂടുതൽ റേറ്റ് വന്നത്. ബാക്കിയൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള പരിപാടി, ഊബറും നമ്മുടെ നടത്തവും ഓട്ടോറിക്ഷയും ടുക്ടുക്കൊക്കെ ആയിട്ട് നമ്മൾ നടന്നു. ഇതാണ് ജന്തർ മന്ദറിലെ ഒരു പ്രധാന ശില്പം. ശില്പമല്ല, ഇതൊക്കെ ഓരോ ടൂളാണെന്നാണ് പറയുന്നത്, ഓരോ ഉപകരണങ്ങളായിരുന്നു അത്രേ. നമുക്കറിയില്ലത് എന്തിന്റെ ഉപകരണമാണെന്നൊന്നും. ഹലോ, ഇതാണ് ഞങ്ങളുടെ കോലം. കംപ്ലീറ്റ് ബാഗുകള് ചുമന്ന് ഡൽഹിയിൽ തെണ്ടിത്തിരിയുന്ന ഇതിൽ മലയാളവും RLV കഴിഞ്ഞു. ഇവിടെ പാർക്ക് പൈസ നന്നായിട്ട് വരും.
അതെ അതെ, അങ്ങനെ നോക്കുമ്പോ ലാഭം. ഞങ്ങളിങ്ങനെ കറക്കോട് കറക്കം. ആ നല്ല റെസ്റ്റോറന്റ് ആണെന്ന് തോന്നുന്നു. ഒരു മെഗാ ഹോട്ടലിലേക്കാണ് കാശി ഫുള്ള് പോണ സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത്. ഹലോ ഡിയേഴ്സ്, ഞങ്ങളെ ജന്തർ മന്ദിറിൻ്റെ ഓപ്പോസിറ്റ് ഒരു ദ പാർക്ക് പറഞ്ഞിട്ടൊരു വലിയ ഹോട്ടലുണ്ട്. എനിക്ക് തോന്നുന്നത് 4 സ്റ്റാറോ 5 സ്റ്റാറോ ആയിരിക്കും. അവിടേക്ക് വന്നതാണ് ഫുഡ് കഴിക്കാൻ. നല്ല വമ്പൻ ഹോട്ടലാണ്. ഇത് ഒന്ന് കാണിച്ചു കൊടുത്തേ. സെറ്റപ്പ് ഹോട്ടലാട്ടാ. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ചിക്കൻ റൈസും പിന്നെ പ്രോൺസിൻ്റെ ഒരു സംഭവമാണ് ഓർഡർ ചെയ്തത്. ഒരു 1300 1500 രൂപയുടെ അടുത്തുണ്ട്. രണ്ടല്ല ഒരെണ്ണത്തിന്, ഒരു ഡിഷിന്. ഇപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ആൾ വന്ന് പറയാണ് പ്രോൺസ് അവരുടെ ക്വാളിറ്റി നോക്കിയപ്പോൾ അപ് ടു ദ മാർക്കല്ല, സോ പ്രോൺസ് നമുക്ക് തരാൻ പറ്റില്ല, മാഡത്തിന് വേറെ എന്തെങ്കിലും ഇതെടുക്കാം എന്നുള്ളത്, സൈഡ് ഡിഷ്. അപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം എന്താ വെച്ചാൽ ആദ്യമായിട്ടാണ് ഒരു ഹോട്ടലിൽ അവരുടെ ഡിഷ് അത്ര പോരാ, അവരുടെ അപ് ടു ദ മാർക്കല്ല എന്ന് വന്ന് നമ്മളോട് പറയണേ. സാധാരണ എല്ലാ ഹോട്ടലിലും നമ്മൾ പൊട്ടയാന്ന് കൊണ്ട് തിരിച്ചു കൊടുത്തിട്ടുള്ള അനുഭവമുള്ളത്. അപ്പോൾ ദ പാർക്കിന് ഞാൻ 5 അല്ല 10 മാർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 10 സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വേറൊരു ഡിഷ് ഓർഡർ ചെയ്തു ചിക്കൻ്റെ. അപ്പോൾ ചിക്കൻ ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ. മേ ബി അവർ പ്രോൺസ് ഫിഷ് അല്ലേ, കുറേ കാലം കഴിഞ്ഞിട്ട് ഇവിടെ എത്തണതേ, അതായിരിക്കാം എന്ന് വിചാരിക്കുന്നു. എന്തായാലും നൈസ്. ദ പാർക്ക് ഹോട്ടൽ ഗ്രേറ്റ്. ഒരു ചിരട്ട ചോറ്, പിന്നെ ഇതെന്തോ ഒരു പരിപാടി ദോഷം അത്യാവശ്യം ഹെവിയാണ് കേട്ടോ, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. അത് ഇത് ഒരു ചമ്മന്തിയും പരിപാടിയൊക്കെ ഏതാണ്ട് ഒരു 4000-5000 രൂപയുടെ ഫുഡാണ് ഇരിക്കണത്. കാശ് കളയാൻ അടിപൊളിയാണ് യാത്രകൾ. അപ്പോൾ ഡിയേഴ്സ്, ഞങ്ങൾ ഇതും അതിൽ സാധിച്ചു. ഞങ്ങൾ 5 സ്റ്റാർ ഹോട്ടലിലാണ് ഫുഡ് കഴിക്കാൻ കയറി. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു 5 സ്റ്റാർ ഹോട്ടലാന്ന്. കയറി കഴിഞ്ഞിട്ട് വില കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായി, പക്ഷേ 4 സ്റ്റാറാന്ന് വിചാരിച്ചേ. പക്ഷെ 5 സ്റ്റാർ ഹോട്ടലാണ്. ആദ്യമായിട്ട് ജീവിതത്തിൽ ഫുഡ് കഴിക്കാൻ 5 സ്റ്റാർ ഹോട്ടലിൽ കയറണേ. അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞു. അടിപൊളിയായിരുന്നു. ഒരു എന്താ പറയുക, ഇൻ്റർനാഷണൽ സ്റ്റൈൽ ഫുഡായിരുന്നു നമുക്ക് കിട്ടിയത്. കുഴപ്പമില്ല. ഞാൻ അത്ര ഇഷ്ടത്തിലല്ല കഴിച്ചത് എങ്കിൽ മിഥുന് ഭയങ്കര ഇഷ്ടമായി. മിഥുന് അതിൻ്റെ ആളാണ്, പച്ചിറച്ചി അങ്ങനത്തെ സാധനത്തിൻ്റെ ആളാണ്. അപ്പോൾ ഞങ്ങൾ അടുത്തത് ലോട്ടസ് ടെമ്പിളാണ്. ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഊബർ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ പറഞ്ഞു പുറത്ത് നിൽക്കണ്ട മാം, അകത്ത് കയറി AC-യിൽ ഇരുന്നോളാൻ പറഞ്ഞു. ഇതാണ് അവരുടെ ലോഞ്ച് കേട്ടോ. ഭയങ്കര ഹൈ സെറ്റപ്പാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് ലാസ്റ്റത്തെ പ്ലേസ് ലോട്ടസ് ടെമ്പിൾ, അവിടെ നിന്ന് പിന്നെ നേരെ എയർപോർട്ട്. ഇനി കറങ്ങി നടക്കാനുള്ള ടൈമില്ല, നേരമില്ല, ഒന്നുമില്ല. ഓക്കെ, ബൈ. ഹലോ ഗൈസ്, കവിതാജി കഷ്ടപ്പെട്ട് ജമിനിയോടൊക്കെ ചോദിച്ച് ഇത് കഴിഞ്ഞാൽ എയർപോർട്ടിലേക്ക് വിടുമെന്നൊക്കെ ഡ്രൈവറോട് ചോദിച്ചു. പുള്ളി കവിതാജി 1 മിനിറ്റ് 2 മിനിറ്റ് പഠിച്ചുണ്ടാക്കി ഹിന്ദി 1 സെക്കൻഡ് കൊണ്ട് പുള്ളി നിഷ്പ്രഭാക്കി ലഹി കഴിഞ്ഞു. ജമിനിയുടെ അടുത്ത് കവിതയ്ക്ക് ഹിന്ദി അറിയാന്ന് പറഞ്ഞു വന്ന ആളാട്ടാ. ഫുള്ള് ജമിനിയുടെ അടുത്ത ഇതെങ്ങനെ ചോദിക്കുക അതെങ്ങനെ ചോദിക്കുക. കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് കൊറേ നേരമായി, കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എന്നിട്ട് ചോദിച്ചു നിങ്ങൾ നെഹി എന്തിനാ ഇസ്കെ ബാത്ത് നെഹി കഴിഞ്ഞു. ആ പഠിച്ചത് മൊത്തം ഒറ്റയടിക്ക് നിഷ്പ്രഭ. ഹാപ്പിയാണ്. സത്യം പറഞ്ഞാല് അപ്രതീക്ഷിതമായിട്ട് 8-9 ദിവസം നമ്മൾ യാത്ര ചെയ്തു. യാത്രയിൽ എല്ലാം പ്രതീക്ഷിക്കാത്തതായിരുന്നു. എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒന്നും ഈ യാത്രയിൽ സംഭവിച്ചിട്ടില്ല. വളരെ രസകരമായിട്ടുള്ള യാത്ര. സോ ലോട്ടസ് ടെമ്പിൾ, ലോട്ടസ് ടെമ്പിളിന്റെ എൻട്രി ആണിത്. ഇവിടെ എന്തൊക്കെ റൂൾസ് ആണാവോ? മൊബൈൽ കയറ്റുമോ, ആളെ കയറ്റുമോ, ഒന്നും അറിയില്ല. അതാണ് എൻട്രി ഗേറ്റ്. ഞങ്ങൾക്ക് ഇങ്ങനെ 2 വ്യൂ കിട്ടിയത്. ഒന്ന് ഈ ലോട്ടസ് ടെമ്പിള്, 2 കുത്തബ് മീനാർ. രണ്ടും ഞങ്ങൾക്ക് ഈവനിങ് കിട്ടി. രണ്ടും ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതുകൊണ്ട് കാരണം ഈ ഗോൾഡൻ ലൈറ്റില് കാണുക എന്നുള്ളത് അടിപൊളിയാണ്. ലോട്ടസ് ടെമ്പിൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ. നമ്മൾ ലേറ്റ് ആയിട്ട് വന്നുകൊണ്ട് ലാസ്റ്റ് ടൈം എൻട്രി ചെയ്യാൻ പറ്റിയത്. കവിതാജി അകത്തേക്ക് കയറി, ഞാൻ കയറിയില്ല. എനിക്കിങ്ങനെ പുറത്തൊക്കെ ആസ്വദിക്കാനാണ് ഇഷ്ടം. ഇവിടെ നല്ല കറക്റ്റ് ഈവനിങ് സൺലൈറ്റിലാണ് നമ്മൾ. ബാക്കിൽ കാണുന്നതാണ് ലോട്ടസ് ടെമ്പിള്.
നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇതാണ് ദില്ലി എയർപോർട്ട്, ഇന്ദിരാഗാന്ധി എയർപോർട്ട് കേട്ടോ. വണ്ടൻ എയർപോർട്ട് കേട്ടോ.